പക്ഷെ കേരളത്തിലെ സ്വാധീനമുള്ള പത്രമായ മലയാള മനോരമയും ഈ വിവാദത്തിൽ തങ്ങളുടെ കോൺഗ്രസ് യജമാനന്മാരുടെ കൂടെ നിൽക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ നമ്മൾക്ക് വാർത്തകൾ കാണുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു പ്രക്രിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിലുള്ള ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഭരണഘടനയിലെ 324 വകുപ്പ് പ്രകാരമുള്ള വോട്ടർ പട്ടിക, വോട്ട് ചെയ്യാനുള്ള അവകാശവും വോട്ടർ പട്ടിക 324, 25 അങ്ങനെ 4-5 വകുപ്പുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവിഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ റിവിഷൻ നടത്തുന്നത് മരണം മൂലം, അല്ലെങ്കിൽ വിവാഹ ബന്ധം മൂലം, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നത് മൂലം വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടും എന്തുണ്ടാവുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പം അനർഹരായ ആളുകൾ പലപ്പോഴും വോട്ടർ പട്ടികയിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അർഹരായ ആളുകൾ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെടും. അങ്ങനെ അനർഹരായ ആളുകൾ ഒരിക്കലും വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല, അർഹരായ ആളുകൾ ഒരിക്കലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും പാടില്ല. ഈ ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്.